ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ രാധു. ഇതെവിടെ ഈ ശകടമായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നെയ്യാർ ഡാമിലേക്കാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇത് 7ാമത്തെ തവണയാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. 6 തവണ എനിക്ക് സ്ട്രൈക്ക് കിട്ടി. ബിക്കോസ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സോങ് കൊടുത്തായിരുന്നു. ഓക്കെ, 1 മിനിറ്റ് എബോ ആയത് കാരണം സോങ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ ഓക്കെ, കോപ്പിറൈറ്റ് അല്ലാത്ത ഈ അലന്ന ട്യൂൺ വരെ, അതായത് അലന്ന മ്യൂസിക് വരെ, മ്യൂസിക്കിന് ഒരിക്കലും അലന്നെന്ന് പറയാൻ പാടില്ല, എന്നാലും ഇതുമായിട്ട് യാതൊരുവിധ മാച്ചും ചെയ്യാത്ത ഒരു മ്യൂസിക് പോലും ഞാൻ ഇട്ടിട്ട് എനിക്ക് വീണ്ടും കോപ്പിറൈറ്റ് തന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ അത് പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കോപ്പിറൈറ്റ് ഒന്നും വന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, വൈറ്റി സ്റ്റുഡിയോ കയറി നോക്കി. അപ്പോൾ ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഇത് കിടന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുന്നു, എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ബ്ലോക്കായി എന്നുള്ളത്. ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, എന്താ കാര്യം നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും പണി കിട്ടി. അന്നേരം ഞാൻ വെച്ചു ഓക്കെ, ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ഈ വെയിലത്ത് പോയി ഞാൻ എനിക്ക് വീഡിയോ ചേട്ടൻ എടുത്തു തന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് എനിക്ക് യൂട്യൂബിൽ ഇടാതിരിക്കാൻ തോന്നുന്നില്ല. അന്നേരം ഞാൻ വെച്ചു ഓക്കെ, എൻ്റെ വോയിസിന് ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് തരാൻ യൂട്യൂബിന് പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ അലന്ന വോയിസ് തന്നെ ഇതിലിടുവാണ്. എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം അങ്ങോട്ട് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പം ഞാനെപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയാൻ വിട്ടുപോകും. എപ്പോഴും ഞാൻ വിചാരിക്കുകയാണ്, ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ വെച്ച് ഓക്കെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവരോടും. പക്ഷേ ഞാൻ മറന്നു പോവും. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന കാരണം ചിലപ്പം പറയാൻ പറ്റില്ല. ഇല്ല, ഇപ്പോൾ എൻ്റെ വോയിസ് കൊടുക്കുകയാണെങ്കിലും ഞാൻ പറയാൻ മറന്നു പോകും. അപ്പോൾ അതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരും കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നെയ്യാർ ഡാമാണ്. നെയ്യാർ ഡാമിലെ വാച്ച് ഹൗസാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ഇതിൻ്റെ ടോപ്പിൽ കയറി നിന്നിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് വ്യൂ കിട്ടും. നെയ്യാർ ഡാമിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഭയങ്കര രസമാണ്. ഇതിൻ്റെ ടോപ്പിൽ പോയിട്ട് നിൽക്കാനായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നീലയും വെള്ളയും കലർന്ന ആകാശത്തിൻ്റെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കണ്ടോ. എന്നിട്ട് നോക്കിയ മരങ്ങളൊക്കെ, പച്ചപ്പർവ്വതങ്ങളും മരങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അതിസുന്ദരിയായിട്ട് പുഴ ഒഴുകുന്ന കണ്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടെ വരാനായിട്ട് ഒരു 24-25 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അധികം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മുന്നേ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എക്സ്കർഷന് വന്നാൽ, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ നോക്കി. ബൈ ബൈ, ടാറ്റാ.